തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധന നടത്തുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. വലിയ പ്രവർത്തികൾ നടക്കുമ്പോൾ നഗരസഭയെ മുൻകൂട്ടി അറിയിക്കണം. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുമെന്നും മേയർ. വാൽവിലെ തകരാർ പരിഹരിച്ച രാത്രിയോടുകൂടിയാണ് പമ്പിംഗ് ആരംഭിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. 4 ദിവസം നീണ്ടുനിന്ന തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ഒടുവിൽ പരിഹാരം. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മേലാറഞ്ഞൂരിലെ വാൽവിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അരുവിക്കരയിൽ നിന്നും പമ്പിംഗ് ആരംഭിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ രാത്രിയോടുകൂടി തന്നെ വെള്ളം എത്തി തുടങ്ങി. നഗരത്തിൽ പൂർണ്ണമായി ഇന്ന് വെള്ളം എത്തിക്കാൻ കഴിയുമെന്ന് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി. റെയിൽവേയുടെ പാത ഇരട്ടിക്കലുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 4 ദിവസം തുടർച്ചയായി നഗരം കുടിവെള്ളത്തിനായി അലഞ്ഞത്. ബദൽ സംവിധാനം ഏർപ്പെടുത്താത്തതാണ് പ്രശ്നത്തിന് കാരണം. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന വേണമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ അരുവിക്കരയിൽ നിന്ന് റോ വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മുടെ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം. അതിൽ നമുക്ക് പ്രധാനമായും നമ്മുടെ ഇവിടെ ഉണ്ടായ വാൽവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അതിനെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നഗരത്തിൽ വെള്ളമില്ലാതെയായി 4 ദിവസങ്ങൾ പിന്നിടുന്ന ഈ സാഹചര്യത്തിലും പൂർണ്ണമായി ഈ സംവിധാനത്തിനോട് നമ്മളെ എല്ലാം വിശ്വസിച്ച്, പ്രത്യേകിച്ചും നഗരസഭയെയും വാട്ടർ അതോറിറ്റിയെയും സർക്കാരിനെയും എല്ലാം വിശ്വസിച്ച്, ചില പ്രശ്നങ്ങളൊക്കെ ചില മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായി നമ്മളെ എല്ലാം വിശ്വസിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന ആത്മവിശ്വാസം തന്ന ജനങ്ങളോട് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. വലിയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മുൻകൂട്ടി നഗരസഭയെ അറിയിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ളവരോട് മേയർ ആവശ്യപ്പെട്ടു. എല്ലായിടത്തും വെള്ളം എത്തുന്നതുവരെ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന നടപടി തുടരാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.